ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയൻ ഇന്ദ്രൻ വന്നു എന്ന ആശ്വാസത്തിൽ ഇരിക്കുമ്പോൾ, എടി ഇന്ദ്രേട്ടൻ എന്ന് പറയുന്ന ആൾ രഘുവേട്ടൻ്റെ പോലെയാണോ? അച്ഛൻ്റെ ആ സ്ഥാനത്ത് കാണുന്ന ആളല്ലേ രഘുവേട്ടൻ എന്നിങ്ങനെ പറയുമ്പോൾ ദയക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ. എന്നാൽ ഈ സമയം എൻ്റെ ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചിയെ ഇപ്പോൾ തിരക്കി വന്നത് സ്വത്തിൻ്റെ പേരിലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ദ്രേട്ടൻ അങ്ങനെയല്ലെങ്കിലും ഇന്ദ്രേട്ടൻ്റെ അമ്മ അങ്ങനെയാണല്ലോ. എന്നാൽ ഇന്ദ്രേട്ടനാണെങ്കിലോ ചേച്ചിയോട് സ്നേഹമുണ്ട്. പക്ഷെ ആ സ്നേഹം ഉണ്ടെങ്കിലും അമ്മയുടെ വാക്കുകൾക്ക് മൂല്യം കൽപ്പിച്ചാണ് ജീവിക്കുന്നത്. അമ്മ എന്ത് പറയുന്നു അതിനനുസരിച്ചിട്ടല്ലേ ഇന്ദ്രേട്ടൻ ചെയ്യുകയുള്ളൂ. എന്നാൽ ഈ സമയം ഇതേ സ്വഭാവം തന്നെയാണ് ശബരിയേട്ടനും കിട്ടിയിരിക്കുന്നത്. ശബരിയേട്ടൻ്റെ അച്ഛൻ്റെ വാക്കുകൾക്കാണ് വില നൽകുന്നത് എന്ന് പറയുമ്പോൾ, എടി ആ മനുഷ്യൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ? നീ ആ വീട്ടിൽ നിന്ന് ആരോടൊന്നും പറയാതെ ഇറങ്ങിപ്പോയപ്പോഴല്ലേ ആ അച്ഛൻ നിന്നെക്കുറിച്ച് നമ്മുടെ അച്ഛനോട് കുറ്റം പറഞ്ഞത്. അത് കേൾക്കുന്നതേ ഒന്ന് പരിങ്ങേറ്റ് പറയണേ. എന്നാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരിയല്ലല്ലോ. എന്തായാലും ശബരിയേട്ടൻ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ശബരിയേട്ടനുമായി നല്ല സുഖത്തോടു കൂടി ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര അങ്ങ് ഉൾക്കൊള്ളാൻ ചീരുവിന് കഴിയുന്നില്ല. അങ്ങനെ ചീരു പറയണേ, എന്തായാലും നീ പലഹാരവുമായി ഉമ്മറത്തോട്ട് വാ എന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. ഈ ഇന്ദ്രനും അനുപമയും ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ അനുപമ പറയണേ, ഇന്ദ്രേട്ടൻ എന്തായാലും വന്നല്ലോ, ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ, ഇന്ദ്രൻ വന്നത് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. സ്വത്ത് കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കന്യാശ്ശേരി മനയിൽ നീ അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കൊരു പക്ഷേ ഉണ്ടാവാം എന്നിങ്ങനെ പറയുമ്പോൾ അനുപമ പറയാണ്, അത് നിങ്ങളുടെ അമ്മ ഒരുപക്ഷെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് സ്വത്തിനോടും മുതലിനോടും ആർത്തിയില്ലെന്ന് എനിക്ക് നന്നായി അറിയുന്ന കാര്യമില്ലേ. ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ച പെണ്ണല്ലേ എന്നൊക്കെ ഇങ്ങനെ അനുപമ പറയണേട്ടാ. അപ്പോൾ അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണ, അത് നീ പറഞ്ഞത് സത്യമാണ്, എനിക്ക് അതിനോടല്ല ആർത്തി. എന്നാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ഒരു സത്യാവസ്ഥ നിന്നോട് പറയാം. എന്തിനാ പിന്നെ ഇന്ദ്രേട്ടൻ എൻ്റെ അടുത്തോട്ട് വന്നത്? ഒരു കാര്യമുണ്ട്. നിൻ്റെ അച്ഛനുണ്ടല്ലോ, ഇന്ന് കാലത്ത് എനിക്ക് വിളിച്ചിരുന്നു. എന്ത് അച്ഛൻ വിളിച്ചിരുന്നു? എന്താ ഇന്ദ്രേട്ട പറയുന്നത്? നിൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു. അദ്ദേഹം ഒരു തീർത്ഥയാത്ര പോവുകയാണത്രേ. അദ്ദേഹം നിങ്ങളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. വിച്ചുമോനെയും ഈ പറയുന്ന നിന്നെയും നോക്കാൻ ഇനി അച്ഛനുണ്ടാവില്ല. ഇന്ദ്രൻ്റെ ഭാര്യയെ നോക്കണമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇത്രയും കാലം അച്ഛൻ്റെ തണലിൽ ജീവിച്ച മക്കൾക്ക് ഇനി അച്ഛനുണ്ടാവില്ല എന്ന ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ, അയ്യോ എൻ്റെ അച്ഛൻ എന്നേക്കുമായി നാട് വിടുകയാണോ? അച്ഛൻ എന്ത് പറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒന്ന് മാറി നിൽക്കുന്നതെന്ന് മാത്രം ചിന്തിക്കുക. കാരണം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും മക്കളല്ല അച്ഛൻ്റെ തണലിൽ വളരുന്നുവെന്ന്, ഇനി ഭർത്താക്കന്മാരുടെ തണലിൽ വളരട്ടെ എന്ന് അച്ഛന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അച്ഛൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ഇത് കേട്ടിട്ട് അനുപമക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അനുപമ പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ, നീക്ക് അറിയാതെ എന്നാലും എൻ്റെ അച്ഛൻ ഈ വീട് വിട്ട് പോയല്ലോ, അതാണ് എൻ്റെ സങ്കടം. ഈ പഞ്ചരത്നത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് പോകുന്നതിന് ശേഷം അച്ഛൻ ഇവിടെ നിൽക്കുമെന്ന് കരുതിയിട്ട് അന്ന് അച്ഛൻ പഞ്ചരത്നത്തിലേക്ക് തിരികെ പോയി. ദേയുടെയും മഞ്ചാടിയുടെയും സ്വഭാവത്തിൽ കുറച്ച് മാറ്റമുണ്ടായത് എൻ്റെ അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാലും അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് എൻ്റെ അച്ഛനെ വേണം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ, നീ കരയാതെ എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അനുപമ, ഇന്ദ്രേട്ടാ തനിക്ക് ഞാനില്ലടോ, താൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാനില്ലേ, തൻ്റെ അച്ഛൻ തിരികെ വരും, എന്തായാലും താൻ പേടിക്കണ്ട എന്ന് പറയാണ്. നിന്നെ ഞാൻ ഇന്ന് തന്നെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ അനുഭവം പറയണേ, സമയമായിട്ടില്ല ഇന്ദ്രേട്ടാ, കാരണം എന്നെ ഇന്ദ്രേട്ടൻ നോക്കുമായിരിക്കും, രഘുവേട്ടൻ അമ്പിളി ചേച്ചിയെ നോക്കും. പക്ഷെ ചീരു, എൻ്റെ ബാക്കി 2 അനിയത്തിമാർ അവരുടെ ചോദ്യചിഹ്നമായി കിടക്കുകയാണ്. അവരുടെ ജീവിതം ഒരു കര പറ്റും വരെ ഞാനിവിടെ വേണം. ഇന്ദ്രേട്ടൻ എനിക്കൊപ്പം നിൽക്കില്ലേ എന്ന് പറയുമ്പോൾ, തീർച്ചയായും ഞാൻ നിൽക്കുമെന്ന് ഇന്ദ്രൻ അനുപമക്ക് വാക്ക് കൊടുക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇതെല്ലാം അമ്പിളിയോട് ഇതുപോലെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അമ്പിളി ഇത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. അമ്പിളി പൊട്ടിക്കരയാണ്. എൻ്റെ അച്ഛൻ എന്തിനായിരിക്കും ഈ നാട് വിട്ടിട്ടുണ്ടാവുക? അപ്പോൾ ഉടൻ തന്നെ രഘു പറയാണ്, നിൻ്റെ അച്ഛൻ നിങ്ങളുടെ മക്കളുടെ സ്വഭാവം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ മക്കളാണെങ്കിലോ അച്ഛൻ്റെ കാര്യങ്ങൾ ഓർത്തില്ല, അച്ഛനെ വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അമ്പിളി പറയാണ്, ദയുടെയും മഞ്ചാടിയുടെയും സ്വഭാവത്തിലൊരു മാറ്റം വന്നു. അവരിനി പഞ്ചരത്നത്തോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പോയി. എങ്കിലും കൂടിയിട്ട് അച്ഛൻ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും കരുതിയില്ല രഘുവേട്ട. ആർക്ക് അച്ഛനെ വേണ്ടെങ്കിൽ എനിക്ക് അച്ഛനെ വേണം, എനിക്ക് എൻ്റെ അച്ഛനെ ഇപ്പോൾ കാണണം, എനിക്ക് എൻ്റെ അച്ഛനെ വേണം എന്നൊക്കെ പറയണം. എന്നാലും എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോകുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛനെ ഇല്ലാത്ത ലോകം ഞങ്ങൾക്ക് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നീ നിൻ്റെ അനിയത്തിമാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അദ്ദേഹത്തിനെ വേദനിപ്പിക്കരുതെന്ന്. അദ്ദേഹം ഇപ്പോൾ ഒന്ന് മാറി നിന്നതേയുള്ളൂ. പക്ഷേ അദ്ദേഹം സഹിക്കാനാവാതെ എന്നേക്കുമായി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നീട് കരയേണ്ടി വരുമെന്നിങ്ങനെ പറയണം കേട്ടോ.
അപ്പോഴാണ് തൻ്റെ അച്ഛൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ അച്ഛൻ്റെ ഫോണാണല്ലോ എന്ന് പറഞ്ഞ് അമ്പിളി അവിടെ ഓടി പോകുമ്പോൾ സരോജിനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കേട്ടോ. അതാ മോളെ അനന്തമാഷിൻ്റെ ഫോണാണ് അടിക്കുന്നത്, പെട്ടെന്ന് എടുക്കാൻ നോക്കിയെന്ന് പറയണേ. പക്ഷേ അമ്പിളിയാണെങ്കിൽ പെട്ടെന്ന് രഘുവിൻ്റെ കൈകളിൽ കൊണ്ടു കൊടുക്കണം. അപ്പോൾ രഘു പറയണ അയ്യോ ഞാനെടുക്കില്ല, നീ തന്നെ എടുത്തോ. അല്ല രഘുവേട്ടാ, രഘുവേട്ടൻ തന്നെ എടുക്ക്, അത് മാഷിൻ്റെ ഫോണല്ല അമ്മാവൻ്റെ ഫോണല്ല, അത് ഞാനെങ്ങനെ എടുത്താൽ ശരിയോ, അമ്മാവൻ ഇവിടെ ഇല്ല എന്നങ്ങ് പറഞ്ഞേക്കാം, അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണേ. അങ്ങനെ ഫോൺ എടുക്കാനായിട്ടോ. ഫോൺ എടുത്തോണ്ട് തന്നെ ഹലോ എന്ന് ചോദിക്കുമ്പോൾ ഇത് രഘു ഞാനാണ്, അമ്മാവനാണെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന രഘു അമ്മാവൻ ഇത് എവിടെയാണ് എന്ന് ചോദിച്ചോടെ തന്നെ അമ്പിളി അച്ഛനെ ഞങ്ങൾക്ക് കാണണം, അച്ഛൻ എവിടെയാണ്, അച്ഛൻ എൻ്റെ അടുത്തോട്ട് വായോ, അച്ഛനെ എനിക്ക് വേണം, അച്ഛനെ ഇങ്ങനെ മാറി നിൽക്കില്ലേ, സഹിക്കാൻ കഴിയില്ല, ഞാൻ പഞ്ചരത്നത്തിലോട്ട് വന്നിട്ടുണ്ട്, അച്ഛൻ എൻ്റെ അടുത്തോട്ട് ഓടി വാ എന്നൊക്കെ പറയുമ്പോൾ രഘുവിനോട് പറയണേ, രഘു നീ നിൻ്റെ അമ്പിളിയെ ഒന്ന് സമാധാനിപ്പിച്ച് നീ ഒന്ന് മാറി നിൽക്കുക, അവൾ കേൾക്കാൻ പാടില്ല ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയട്ടോ. ഇതേ സമയം അമ്പിളി നീ ഒന്ന് അടങ്ങി, ഞാനൊന്ന് അമ്മാവനുമായി സംസാരിക്കട്ടെ. ഇല്ല അച്ഛൻ എവിടെയാണ്, എനിക്ക് അച്ഛനെ ഇപ്പോൾ കാണണം, അച്ഛനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം എന്നൊക്കെ പറയുമ്പോൾ രഘു പറയണ ഒരു മിനിറ്റ്, എനിക്ക് അമ്മാവനുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം അമ്പിളി അവിടെ തളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രഘു മാറി നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ രഘു എന്താ അമ്മാവ എന്തിനാണ് ഇവിടെ നിന്നും പോയത് എന്ന് ചോദിക്കുമ്പോൾ രഘു എൻ്റെ ഒരു മാറ്റം ആവശ്യമാണെന്ന് തോന്നി, അച്ഛൻ്റെ തണലിൽ വളരുന്നത് കൊണ്ട് തന്നെ മക്കൾക്ക് ഭർത്താക്കന്മാരുടെ തണൽ വേണ്ടെന്ന തോന്നൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് ഭർത്താക്കന്മാരുടെ തണൽ ഇനി ആവശ്യമാണ്. ഞാൻ എൻ്റെ മക്കളെ വളർത്തിയതുപോലെ എൻ്റെ മക്കളും അത് മനസ്സിലാക്കണം, തൻ്റെ അടുത്തോടു കൂടി എന്നും അച്ഛൻ്റെ കൂടെ അല്ല ജീവിക്കേണ്ടത്, ഭർത്താവിൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത്, അവരുമായി ഒത്തുപോകാൻ അവർക്ക് കഴിയണം, അതുകൊണ്ട് എൻ്റെ ഈ ഒരു നീങ്ങി നിൽക്കൽ അത്യാവശ്യമാണ്. നീ നിൻ്റെ ഭാര്യ അമ്പിളിയെ നല്ലോണം നോക്കും, ഇന്ദ്രനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രൻ എന്താ പറഞ്ഞത് എന്ന് രഘു ചോദിക്കുമ്പോൾ ഇന്ദ്രൻ അവിടോട്ട് പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അനുപമയെ നോക്കിക്കോളാം, അവനും വാക്ക് തന്നിട്ടുണ്ട്. അത് കേൾക്കുന്ന രഘുവിന് സമാധാനമാവാണ് കേട്ടോ. പിന്നീട് പറയണേ ചിരുവിൻ്റെ കാര്യം നീയും ദാസും ഇന്ദ്രനും കൂടി തീരുമാനമെടുക്കുക, ചിരുവിനെ ഇനി എന്ത് വേണമെന്ന് തീരുമാനം നിങ്ങൾ എടുക്കുമെന്ന് പറയണേ. പിന്നെ ദയയുടെ അച്ഛനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ദയയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വരും, എന്നാൽ മഞ്ചാടിയുടെ കാര്യത്തിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ട് രഘു ആകെ തളരാണ്. അമ്മാവനെ എനിക്ക് കാണണമല്ലോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ കൺവെട്ടത്ത് ഞാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല, എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുമെന്ന് പറയട്ടോ. അപ്പോൾ ഈ നമ്പറിൽ അമ്മാവനെ എനിക്കൊന്ന് വിളിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇതൊരാളുടെ ഔദാര്യമാണ്, ഈ ഔദാര്യത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ കഴിയില്ല, ഇതുപോലെ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ എൻ്റെ ഫോണിലോട്ട് വിളിക്കും, എൻ്റെ ഫോൺ എപ്പോഴും നിൻ്റെ കൈകളിൽ ഉണ്ടായിരിക്കണം എന്ന് മാഷൊരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ഫോൺ അങ്ങ് വെക്കുമ്പോൾ ശരിക്കും സങ്കടമാവാനായിട്ട് രഘുവിന്. എന്നാൽ അമ്പിളി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം വിനയനെയാണ് കാണിക്കുന്നത്. വിനയം ആകെ മൊത്തത്തിൽ മാറി. വിനയൻ ഇങ്ങനെ കിളിക്കൂടിനടുത്തിരുന്ന് ഇങ്ങനെ തേങ്ങി കരയുന്നത് പോലെ താൻ ചെയ്ത കുറ്റബോധം കൊണ്ട് നീറി ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ലംബോദരൻ ലതികയും വരികയാണ്. എന്താടാ നീ ഇത്ര വല്ലാതെ ചിന്തിക്കുന്നത്, അമ്മേ എനിക്കിതുവരെ മാഷ് വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ എടാ നീ ആ രഘുവിനും അമ്പിളിക്കൊന്ന് വിളിച്ചു നോക്കുക, ഒരു പക്ഷേ അവരെ ഈ പറയുന്ന അനന്തമാഷിനോട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അനന്തമാഷ് വീട്ടിലെത്തിയിട്ട് ഉണ്ടാവും, ഈ നേരം വരെ എത്താതിരിക്കില്ലല്ലോ, നീ ഒന്ന് വിളിച്ചു നോക്കിയെന്ന് പറയുമ്പോൾ അത് ശരിയാവോ, മാഷിൻ്റെ ഫോണിലോട്ട് നീ വിളിച്ചാൽ മതി എന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ അത് ശരിയാവുമോ എന്ന് വിനയൻ ചോദിക്കുമ്പോൾ ശരിയാവും, നീ വിളിക്ക്, എന്നിട്ട് കാര്യങ്ങൾ നീ തന്നെ പറ എന്ന് പറഞ്ഞിട്ട് വിനയൻ ഫോൺ എടുത്ത് വിളിക്കാൻ കേട്ടോ. അങ്ങനെ വിളിക്കുന്നത് ഇനി രഘുവിനായിരിക്കും.